നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ ഏറെക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിഗൽ. അങ്ങനെ ആദ്യമായിട്ട് ഗ്ലോബൽ മാർക്കറ്റിൽ നിന്ന് കുറച്ച് പോസിറ്റീവായിട്ടുള്ള കുറച്ച് വാർത്തകൾ കേൾക്കുകയാണ്. ജപ്പാൻ്റെ ഇൻഫ്ലേഷൻ ഡേറ്റ അത് ഫോളായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജപ്പാൻ മാർക്കറ്റ് റാലി രേഖപ്പെടുത്തുന്നുണ്ട്. കൂടാതെ തന്നെ ഏഷ്യൻ മാർക്കറ്റും റാലി രേഖപ്പെടുത്തുന്നുണ്ട്. ബാങ്ക് ഓഫ് അമേരിക്ക ആപ്പിൾ സ്റ്റോക്കിനെ അപ്ഗ്രേഡ് ചെയ്തതുകൊണ്ട് ഇന്നലെ ആപ്പിൾ സ്റ്റോക്ക് US മാർക്കറ്റിൽ 3% റാലി രേഖപ്പെടുത്തി. US മാർക്കറ്റ് ഇന്നലെ ഗ്രീനിൽ ക്ലോസ് ചെയ്തു. ഇന്ന് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ റിസൾട്ടാണ് ഇന്ന് ഇന്ത്യയിൽ ഉള്ളത്. കൂടാതെ ഇന്നലെ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം യൂറോപ്യൻ മാർക്കറ്റും ഇന്നലെ ഗ്രീനിൽ ട്രേഡിങ് അവസാനിപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് പൊതുവേ കാണാൻ സാധിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, FIS ഇന്നലെയും ഇന്ത്യൻ മാർക്കറ്റിൽ ഏകദേശം 9,900 കോടി രൂപക്ക് സെല്ല് നടത്തി. അതിന് മുമ്പത്തെ ദിവസം 10,000 കോടി രൂപക്ക് സെല്ല് നടത്തി. 2 ദിവസം കൊണ്ട് ഏകദേശം 20,000 കോടി രൂപക്ക് സെല്ല് നടത്തിയിട്ടുണ്ട്. ഇന്നലെ DIs മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തു. ഇന്നലെ DIs ഏകദേശം ഒരു 6,000 കോടി രൂപക്ക് അടുത്ത് ബൈ നടത്തി. ഇന്നലെയും ബൈ നടത്തിയിരുന്നെങ്കിൽ കൂടിയും FIS വിറ്റതിൻ്റെ നേർപകുതി മാത്രമാണ് DIsന് ബൈ ചെയ്യാനായിട്ട് പറ്റിയത്. അത്രയ്ക്കും ഹ്യൂജ് ആയിട്ടുള്ളൊരു സെല്ലിംഗ് ആണ് FISൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് ഓരോരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഈ സ്വിംഗ് ട്രേഡ് അല്ലെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റും ഓപ്ഷനും രണ്ടാണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. രണ്ടും ഇൻഫർമേഷൻസ് രണ്ടാളുകൾക്കും വേണം. നിഫ്റ്റി ഇന്ന് ആളുകൾ കൂടുതൽ സെല്ല് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ ബൈ ചെയ്തിട്ടാണോ വെച്ചിട്ടുള്ളതെന്ന് ഒരു സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആൾക്ക് അത് അറിയേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ ഈ ഡെറിവേറ്റീവിൽ എന്താണ് അവസ്ഥ? ലോങ് ബിൽഡപ്പ് ആണോ, ഷോർട്ട് ബിൽഡപ്പ് ആണോ, ലോങ് അൺവൈൻഡിങ് ആണോ, ഷോർട്ട് കവറിങ് ആണോ? ഈ 4 പ്രതിഭാസം സ്റ്റോക്കിലുണ്ടാവുന്നുണ്ട്. നമ്മൾ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്ക് ഏത് കാറ്റഗറിയിലാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഈ സ്റ്റോക്കിനും ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. ഈ സ്റ്റോക്കിൽ ഡെറിവേറ്റീവിൽ ആളുകൾ എത്രത്തോളം ഒറ്റ സ്റ്റോക്കിനാണല്ലോ ബൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡെറിവേറ്റീവിൽ വേറെ റിലയൻസ്, ഇക്വിറ്റിയിൽ വേറെ റിലയൻസ് ഇല്ല. ഡെറിവേറ്റീവിൽ ട്രേഡ് ചെയ്യുന്ന റിലയൻസിൻ്റെ കോൺട്രാക്റ്റിൻ്റെ വാല്യൂ വരുന്നത് ഈ ഒരു സ്റ്റോക്കിൽ ഈ ഒരു റിലയൻസ് സ്റ്റോക്കിൽ നിന്നാണ്. അപ്പോൾ രണ്ടും രണ്ടല്ല. അതായത് ഇൻഫർമേഷൻസ് നമ്മൾ ന്യൂസിൽ ഡിസ്കസ് ചെയ്യുന്നത് മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ ലോങ് ടൈം എന്നോ ഓപ്ഷൻ എന്നോ ഒന്നുമില്ല. രണ്ടും ഒറ്റ ഇതായിട്ടാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കപ്പെടരുത്. രണ്ടാണെന്നുള്ളൊരു ധാരണ നമുക്ക് വേണ്ട. ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരാം. ഇനിയിപ്പോൾ എന്താ ഗിഫ്റ്റ് നിഫ്റ്റി? നമ്മൾ മാർക്കറ്റ് ഇന്നലെ 3 ക്ലോസ് നടത്തി. ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റാണ്. 3 അതും ക്ലോസ് നടത്തി. 3 നമ്മുടെ മാർക്കറ്റാണ് ക്ലോസ് ആയിട്ടുള്ളൂ. ഗിഫ്റ്റ് നിഫ്റ്റി ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഗിഫ്റ്റ് നിഫ്റ്റി എവിടെയാണോ അതനുസരിച്ച് നമ്മളുടെ മാർക്കറ്റ് അതിനെ സ്പോട്ട് എന്ന് വിളിക്കും. സ്പോട്ട് റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ സ്പോട്ട് അഡ്ജസ്റ്റബിൾ ആവും. അതുകൊണ്ടാണ് നമ്മൾ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുന്നത്. അല്ലാതെ ഇത് ഓപ്ഷൻകാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഞാൻ ഇത്ര അധികം പറയാൻ കാരണം ഓപ്ഷൻ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്, അങ്ങനെയൊന്നുമല്ല. മാർക്കറ്റ് ന്യൂസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി നോക്കാം. യെസ്റ്റർഡേ ക്ലോസ് 21,548 ഇപ്പോഴും ഏറെക്കുറെ അവിടെ തന്നെയാണ് വന്നിട്ടുള്ളതെങ്കിൽ കൂടിയും ഇപ്പോൾ ഞാൻ ന്യൂസ് റീഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു 60 പോയിൻറ്റിൻ്റെ ഒരു അപ്സൈഡിലേക്ക് ഗിഫ്റ്റ് നിഫ്റ്റി പോയി. ഇൻഡെക്സ് ഫ്യൂച്ചറിൽ FISൻ്റെ ആക്ടിവിറ്റീസ് നോക്കാം. ലോങ് പൊസിഷൻ 49 കുറച്ച് കൊണ്ടുവന്നു. ഷോർട്ട് പൊസിഷൻ 51 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും താഴേന്ന് നമുക്ക് റീഡ് ചെയ്യാം. US വിക്സ് 2% ഇടിഞ്ഞ് 11.78. നാസ്ഡാക്ക് 200 പോയിൻറ്റിൻ്റെ റാലി. ഡോ 200 പോയിൻറ്റിൻ്റെ റാലി രേഖപ്പെടുത്തി. ബിറ്റ്കോയിൻ 1,300 പോയിൻറ്റിൻ്റെ ഒരു ഫോളുണ്ട്. പിന്നീട് മുകളിലേക്കുള്ളത് യൂറോപ്യൻ മാർക്കറ്റാണ്. FTSE CSE 40 ഡാക്സ്, ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. നിക്കി ജപ്പാൻ മാർക്കറ്റ് 500 പോയിൻറ്റിൻ്റെ റാലിയിലാണ് നിൽക്കുന്നത്. കൊറിയ, ഓസ്ട്രേലിയ തുടങ്ങിയ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവിൽ ട്രേഡിംഗ് തുടരുന്നുണ്ട്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ്, വിപ്രോ, ICC, HDFC, ടാറ്റ മോട്ടേഴ്സ്, ഡോക്ടർ റെഡ്ഡി, റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ കമ്പനീസ് എല്ലാം തന്നെ റാലി രേഖപ്പെടുത്തി ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഇത് US മേജർ ടെക്നോളജി കമ്പനീസാണ്. ഏറ്റവും മൂന്നാമത് കാണാൻ സാധിക്കും. ആപ്പിൾ 3.5% റാലി രേഖപ്പെടുത്തി. നേരെ സൂചിപ്പിച്ച പോലെ തന്നെ അപ്ഗ്രേഡ് ആപ്പിളിന് കിട്ടി. മറ്റുള്ള ടെക്നോളജി കമ്പനീസ് എല്ലാം തന്നെ പോസിറ്റീവാണ്. ആമസോൺ, ടെസ്ല, ഇൻ്റൽ, നെറ്റ്ഫ്ലിക്സ് എല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു.
ഇനി നമുക്ക് നേരെ നമ്മളുടെ മാർക്കറ്റിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകൾ ചർച്ച ചെയ്യാം. സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകൾ ഇന്ന് ലൈം ലൈറ്റിലുള്ള സ്റ്റോക്കുകളുടെ വാർത്തകളാണിത്. ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷനോ സെല് ചെയ്യാനുള്ള ഇൻഡിക്കേഷനോ അല്ല. മാക്സിമം നമ്മൾ ചെയ്യുന്നത് ഗ്ലോബൽ ലോക്കൽ മാർക്കറ്റ് ന്യൂസുകളെ വളരെ പെട്ടെന്ന് തന്നെ പറയുക എന്നുള്ളതാണ്. ഇതിനോടൊപ്പം തന്നെ സ്റ്റോക്ക് ന്യൂസുകൾ പറയുക എന്നുള്ളതാണ്. സ്റ്റോക്ക് ന്യൂസിലേക്ക് വരാം. ആദ്യമായിട്ട് ബജാജ് ഫിനാൻസ് കമ്പനി ഇവർ ഫണ്ട് റൈസ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. ഇവരുടെ ബോർഡ് മീറ്റിംഗ് ജാനുവരി 29 ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡേറ്റിൽ ഇവർ ഫർദറായിട്ടുള്ള ഫണ്ട് റൈസ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും വികസന പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഡിക്സൺ ടെക് കമ്പനി ഈ മൊബൈൽ ഫോൺ നിർമ്മാതാക്കളാണ് ഡിക്സൺ ടെക്. ഡയറക്ടർ ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് DRI ഇവർ ഡിക്സൺ ടെക്കിൻ്റെ ഓഫീസിൽ ഒരു പരിശോധന നടത്തി എന്നുള്ള ന്യൂസാണ്. ഫിനോലെക്സ് ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റ് 20% ഉയർന്ന് 95 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നിട്ടുണ്ട്. സുപ്രീം പെട്രോ കെമിക്കൽ കമ്പനി ഇവർ ഹരിയാനയിൽ ലാൻഡ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പുതിയ ഒരു പ്ലാന്റ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. EMS കമ്പനി 478 കോടി രൂപയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. മെട്രോ ബാൻഡ് കമ്പനി പ്രോഫിറ്റ് 12% കുറഞ്ഞു. 97 കോടി രൂപയാണ് ഇത്തവണ ഇവർ അച്ചീവ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റ്. കൂടാതെ തന്നെ സെൽസാറ ടെക്നോളജി കമ്പനി ഇവർ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഫെബ്രുവരി 1 ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഉള്ളത്. ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ റിസൾട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞുവെങ്കിൽ കൂടിയും അത് ഇന്നാണ് മാർക്കറ്റിൽ റിയാക്ട് ചെയ്യുന്നത്. വിപണി അല്ലെങ്കിൽ സ്ട്രീറ്റ് എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും ഒരു നല്ല റിസൾട്ടാണ്. 17% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റിൽ വർധനവ് കണ്ടു. അതുപോലെ തന്നെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകവും 18% വർധനവ് കണ്ടു. പുൻവാല ഫിൻകോർപ്പ് കമ്പനി 76% വലിയൊരു നെറ്റ് പ്രോഫിറ്റിൽ വർധനവ് കണ്ടു. 76%ാണ്. ഷോപ്പേഴ്സ് സ്റ്റോപ്പ് കമ്പനി 41% ഇവരുടെ നെറ്റ് പ്രോഫിറ്റിൽ കുറവ് കണ്ടു. ഉറ്റം സുഗർ കമ്പനി ഇവരുടെ പ്ലാന്റ് എക്സ്പാൻഡ് ചെയ്യുകയാണ്. പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇതുവഴി ഉയർത്താൻ സാധിക്കുമെന്ന് കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ലുപ്പിൻ ഫാർമ കമ്പനി പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. മഹീന്ദ്ര ഹോളിഡേയ്സ് കമ്പനി ഇവർ തമിഴ്നാട്ടിൽ 300 കോടി രൂപ മുടക്കി പുതിയ 3 റിസോർട്ടുകളെല്ലാം തന്നെ ചെയ്യാനായിട്ട് തീരുമാനമെടുത്തിരിക്കുകയാണ്. മഹീന്ദ്ര ഹോളിഡേ ഇന്ത്യയിലെ ലീഡിങ് ഹോളിഡേ ഡെസ്റ്റിനേഷനാണ്. കേരളത്തിലും ചെറായി അല്ലെങ്കിൽ കൊല്ലം, മൂന്നാർ എല്ലാ സ്ഥലങ്ങളിലും ഇവരുടെ റിസോർട്ടുകളുണ്ട് എന്നുള്ളതാണ് ഈ ഒരു മഹീന്ദ്ര ഹോളിഡേയ്സിനെ സംബന്ധിച്ചുള്ള ന്യൂസ്. ഇന്ന് റിലയൻസിൻ്റെ റിസൾട്ടാണ് വരുന്നത്. നിഫ്റ്റിയിൽ 15% വെയിറ്റേജാണ് HDFCക്ക് ഉള്ളതെങ്കിൽ നിഫ്റ്റിയിൽ 10% വെയിറ്റേജ് റിലയൻസിനുണ്ട്. ഈ നമ്മുടെ HDFC US ADRൽ ലിസ്റ്റഡ് ആണെങ്കിൽ റിലയൻസ് GDRൽ ലിസ്റ്റഡ് ആണ്. അപ്പോൾ വലിയ കമ്പനികളുടെ റിസൾട്ടുകൾ വരുന്ന ദിവസം നമ്മൾ കുറച്ചധികം സൂക്ഷിക്കുക. താങ്ക് യു ബൈ ഓൾ.